ഹായ് അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് റമദാൻ 6ഉം 7ൻ്റെയും വീഡിയോ ആണ് കേട്ടോ. കൂടെ ഞാൻ റമദാന് വാങ്ങിയ കുറച്ച് പാത്രങ്ങൾ വീഡിയോയും ഒരു ഹോൾ വീഡിയോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. എണീറ്റ ഉടനെ തന്നെ ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിയിട്ടോ. ഞാൻ മുമ്പൊരു റെഡ് കളറായിരുന്നല്ലോ, നിങ്ങൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊന്നും മാറ്റി, അത് ഈ റെഡ് കളറാകുമ്പോൾ അതും പ്ലെയിനും കൂടി ആകുമ്പോൾ പെട്ടെന്ന് ഇതായ പോലെ തോന്നും. അപ്പോൾ ഞാൻ ഫസ്റ്റ് അതൊക്കെ ഒന്ന് മാറ്റി, പിന്നെ മൊത്തത്തിൽ റൂമൊന്ന് ക്ലീൻ ചെയ്തിട്ടോ. അതാണ് എണീറ്റാൽ ആദ്യമുള്ള പണി. എന്നിട്ട് ഞാൻ മോന് ഫുഡ് കൊടുത്ത് ഓന് റെഡിയാക്കി എടുക്കലാണ്. ഇത് ഞാൻ കർട്ടൻ ഇങ്ങനെ നോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി വാങ്ങിയതാട്ടോ. അത് നല്ല അടിപൊളിയാണ്. ഞാനത് തെമൂന്ന് ഓർഡർ ചെയ്തതായിരുന്നു. ഒരു 4 ദിർഹംസ് ഒക്കെ ഉള്ളൂ. അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ റൂം മൊത്തം ക്ലീൻ ചെയ്തു. ഇനി തുണി കുറച്ച് വിരിക്കാനുണ്ട്. തലേന്ന് ഞാൻ അലക്കി വെച്ചതായിരുന്നു, അത് വിരിക്കണം. ബാൽക്കണിയിൽ എപ്പോഴും പൊടി ഉണ്ടാവും. അപ്പം ഞാൻ ഒന്നരാടം ബാൽക്കണി ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ വിരിക്കലാണ്. അല്ലെങ്കിൽ ഡ്രസ്സ് ഒരു രാവിലെ നമ്മൾ വിരിച്ചിട്ടാൽ വൈകുന്നേരം ആവുന്നതിന് മുമ്പ് അതിൽ ഭയങ്കരമായിട്ട് പൊടി ഉണ്ടാവും. അതൊരു ബ്ലാക്ക് കളർ പൊടി. അപ്പുറത്ത് കച്ചയാണ്. കച്ച മീൻസ് പാർക്കിങ്ങിൻ്റെ അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് നല്ല പൊടി വരുന്നുണ്ട്. അപ്പോൾ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം വിരിക്കാൻ കേട്ടോ. ബാൽക്കണി ഞാൻ ഫസ്റ്റൊക്കെ കരുതിയിരുന്നു ബാൽക്കണി ഉണ്ടാവുന്നത് നല്ലതാണ്, നല്ല യൂസ്ഫുൾ ആക്കാനൊക്കെ കരുതിയിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഒന്നരാടം കൂടുമ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കണം. ആദ്യം റൂമിലായ ടൈമിൽ റൂമിലായിരുന്നു ഇത് വിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണങ്ങാൻ പാടായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഉണങ്ങും, എന്നാലും ക്ലീൻ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കാമല്ല കേട്ടോ. കാരണം ഇക്കാക്ക ലേറ്റായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇഹാനോ ഒറ്റക്കാക്കി എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കാമല്ല. അങ്ങനെ വൈകുന്നേരമൊക്കെ ഇക്കാക്ക വന്നു. ഇക്കാക്ക ഒരു വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു പോയ ടൈമിൽ, പുറത്ത് പോയപ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. കാക്ക കുറേ ആയി ഒരു വാച്ച് വാങ്ങണം എന്ന് കരുതി വെക്കണേ. ഇപ്പോൾ ഇന്നാണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ഒരു ബിരിയാണി കിറ്റാണ് വാങ്ങിയത്. ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ടേസ്റ്റി സ്റ്റേഷൻ എന്നാണ് വാങ്ങിയത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇതാ ബിരിയാണി, പിന്നെ ഒരു ഫ്രൂട്ട്, ഒരു വെള്ളം, പിന്നെ മറ്റേ ആ ഒരു വെള്ളത്തിന് എന്തോ പറയുമല്ലോ, അതാണ് കേട്ടോ. ഇത് പിന്നെ റമദാൻ 7 ആണ് കേട്ടോ. ബാക്കി ഞാൻ പിന്നെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, വല്ലാണ്ട് നീട്ടണ്ടല്ലോ എന്ന് കരുതി. അപ്പം ഞാനൊരു സുഗിയൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ അത് കാണിക്കാം കേട്ടോ. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുക്കുക. നമ്മളെ എത്ര എണ്ണമാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള മൈദ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത്തിരി പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു പാൻ എടുത്ത് അതിലേക്ക് നെയ്യോ എണ്ണയോ എന്താ നമ്മളെ കയ്യിലുള്ളത് അതാക്കി കൊടുക്കുക. ഞാൻ നെയ്യാട്ടോ ഞാൻ ആക്കി കൊടുത്തത്. എന്നിട്ട് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഡ്രൈ ആയി വരണ്ട, കുറച്ചൊക്കെ ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ചൊരു 4-5 ഏലക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക ഞാൻ ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ ആക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ക്യൂമിൻ സീഡ്, ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഡ്രൈ ആവണ്ട, നമുക്കത് മനസ്സിലാവും. ആ ഒരു രീതിയിലാക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ തലേന്ന് ചെറുപയർ വേവിച്ച് വെച്ചിട്ടോ, ജസ്റ്റ് വെള്ളം പാർന്ന് അങ്ങനെ വേവിച്ചെടുത്തതാണ്. അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ചേർത്ത തേങ്ങ കുറവായിരുന്നു എന്ന്. അപ്പം ഞാൻ കുറച്ചുകൂടി തേങ്ങയും അതിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതായ ശേഷം നമ്മൾ കൈ വെച്ച് തന്നെ ഇങ്ങനെ ഉരുളകളാക്കി എടുക്കുക. ഇനി ഇതാണ് കേട്ടോ മിക്സ്ചർ. നല്ലോണം ലൂസ് ആവണ്ട, എന്നാൽ നല്ലോണം ടൈറ്റും ആവണ്ട, അതാണ് അതിൻ്റെ ഒരു ഇത്. എന്നിട്ട് അതിൽ മുക്കി പൊരിച്ചെടുക്കുക. നല്ല അടിപൊളി സുഖിയനാണ്. പിന്നെ ഇന്ന് ഫുഡായിട്ടുള്ളത് ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്ത ബിരിയാണി. ഇവിടെ മുക്കാലും ബിരിയാണി ഗീ റൈസൊക്കെ തന്നെ ആയിരിക്കും. പത്തിരി ഉണ്ടാക്കലേ ഇല്ല. ഈ ഒരു നോമ്പിനായാലും മുമ്പത്തെ നോമ്പിനായാലും ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ടേ ഇല്ല. നാട്ടിൽ കല്യാണത്തിന് മുമ്പ് എന്നൊക്കെ പത്തിരി ഒരു 30 ദിവസം ഉണ്ടെങ്കിലും 3/4 ദിവസം പത്തിരി ഉണ്ടാക്കാനും. പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ടേ ഇല്ല നോമ്പിന് ഇവിടെ എത്തിയാരെ. കാരണം ഇക്കാക്ക് പത്തിരി ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ഒറ്റക്കായിട്ട് ഉണ്ടാക്കാനും മടിയുമാണ്. പിന്നെ പുറത്തുനിന്നുള്ള പത്തിരി എനിക്ക് വലിയ താല്പര്യവുമില്ല. അധികം ഇങ്ങനെ ബിരിയാണിയൊക്കെ ആക്കാൻ. പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാലുള്ള ഗുണം എന്താ വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഫുഡ് കഴിക്കലുണ്ട്. അത്
വേറെ ഒന്നും ഉണ്ടാക്കണ്ട, അതാണ് ഒരു ഗുണമെന്ന്, ആകെയുള്ളൊരു ഗുണം. ഇക്കാക്ക അത്താഴത്തിന് എണീക്കലില്ല, രാത്രി ലൈറ്റായിട്ടാണ് ഉറങ്ങുക, 2 മണി 3 മണിയൊക്കെ ആവും ഉറങ്ങാൻ. അപ്പോഴേ ഫുഡ് കഴിച്ച് ഉറങ്ങലാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ ആയി. പിന്നെ ഫ്രൈ ചെയ്യാനുള്ളത് ചെമ്മീനും കൂന്തളും ആയിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ബിരിയാണി ഇവിടെ ദം ചെയ്യൽ. ഇനി ജ്യൂസ് അടിച്ചെടുക്കണം. ജ്യൂസിനായിട്ട് വാട്ടർമെലനാണ് ഉള്ളത്, അപ്പോൾ അതൊന്ന് അടിച്ചെടുത്ത് അതിലേക്ക് ഞാൻ ചിയാ സീഡ്സ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിക്കാണ്ട് ഞാൻ നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. ഇഫ്താറിൻ്റെ ടൈമിൽ എടുക്കാമെന്ന് കരുതി കയറ്റി വെച്ചു. എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ. സുഖിയനുണ്ട്, ചെമ്മീനുണ്ട്, കൂന്തലുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് 12 മണി ആയപ്പോൾ നേരെ ഇക്കാക്കാൻ്റെ ഷോപ്പിലേക്ക് പോയിട്ടോ. ഇന്നൊരു സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഇക്കാക്കൊരു ഡെലിവറി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലെന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ നേരെ ഷോപ്പിലേക്ക് പോവാണ്. ഇഹാന് ഡയപ്പർ എടുക്കാണ്ട്. അപ്പോൾ പോയപ്പോൾ എൻ്റെ സൈസിലുള്ളത് അവിടെ ഇല്ല. അപ്പോൾ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇഹാന് അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ വേറൊരു ഷോപ്പിലേക്ക് പോയി. എനിക്കൊരു റൈസ് കുക്കർ വേണമെന്നുണ്ടായിരുന്നു. കുറേ ആയി ഞാൻ കരുതുന്നത്. റമദാന് മുന്നേ വാങ്ങണമെന്ന് കരുതുന്നുണ്ട്, പക്ഷേ അന്നൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് പോയി വാങ്ങാമെന്ന് കരുതി. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ റൈസ് കുക്കർ ഇല്ല. അപ്പോൾ എനിക്ക് അവരൊരു ഹോട്ട് പോട്ട് കാണിച്ചു തന്നു. അതിൻ്റെ സ്റ്റീലിൻ്റെതും പിന്നെ ഈ ഒരു ടൈപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റീലിൻ്റെ എടുത്തു കേട്ടോ. അത്താഴം വരെ ചൂടൊക്കെ നിൽക്കുമെന്നാണ് പോലെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി എടുത്തു. 29 ദിറംസ്, 29 സംതിങ്, അതായത് 30 ദിറംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അതും വാങ്ങി. പിന്നെ ഇഹാൻ എന്തൊക്കെയോ ടോയ്സും വാങ്ങി. അങ്ങനെ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു എന്ന്, അത് ഇതാണ് കേട്ടോ. ഞാനത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുത്തതാണ്. ഇതാണ് കേട്ടോ ബോക്സ്. ഇക്കാൻ്റെ വാച്ചൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയൊരു ബോക്സാണ് ഇത്. നോണെന്നിട്ടാണ് ഓർഡർ ചെയ്തത്. 70 അങ്ങനെ എത്രയോ ദിർഹംസാണ്, കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. കാക്ക കുറേ ആയി ഇങ്ങനെ വാച്ച് ഇട്ടേക്കാനുള്ള ബോക്സ് വാങ്ങണമെന്ന് കരുതിയിട്ട്. ഇങ്ങനെ മേലെ ഒരു 6 വാച്ചൊക്കെ നമുക്ക് വെക്കാം. താഴെ നമ്മളെ റിങ്ങൊക്കെ വെക്കാൻ പറ്റിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ. റിങ്ങും നെക്ലേസൊക്കെ വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ പാത്രത്തിൻ്റെ ഹോൾ കാണിക്കാമെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാതെ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ലെങ്തി ആയി പോവും. അപ്പോൾ ഇൻഷാ അല്ലാ വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.